റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്ക്കൊള്ള കേസിൽ അറസ്റ്റിലായ സുനിൽകുമാർ പോറ്റി തട്ടിപ്പിന്റെ കേന്ദ്രമാണെന്ന് കണ്ടെത്തൽ. 36,24,000 രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. സ്റ്റോക്കിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയാണ് പണം തട്ടിയത്. മറ്റ് ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് വിജിലൻസ്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ആടിയ ശിഷ്ടം നെയ്യുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് വിജിലൻസ്. ഇപ്പോൾ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ ഈ സുനിൽ പോറ്റിക്ക് സഹായം നൽകിയത്? എത്ര പേരെന്നാണ് കണ്ടെത്തൽ? സ്മൃതി, ഈ സുനിൽകുമാർ പോറ്റി കഴിഞ്ഞ മണ്ഡലകാലത്തിന് തൊട്ട് മുൻപാണ് നിയമിതനായത്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചാലിയേക്കര പുനലൂർ ഗ്രൂപ്പിന്റെ ചാലിയേക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായിട്ട് ജോലി നോക്കുകയായിരുന്നു. ഈ മണ്ഡലമാസത്തിന് മുൻപ് ഈ ആടി ശിഷ്ടം നെയ്യ് അടക്കമുള്ള ചില ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി പല ക്ഷേത്രങ്ങളിലും കീഴ്ശാന്തിമാരായി പ്രവർത്തിച്ച ആളുകളെ ശബരിമലയിലേക്ക് നിയമിക്കുന്നത് പതിവുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ സുനിൽകുമാർ പോറ്റി എന്ന് പറയുന്ന ആലപ്പുഴ അരൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തി സന്നിധാനത്തേക്ക് എത്തുന്നത്. അവിടെ ഈ 4 ദേവസ്വം കൗണ്ടറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 ദേവസ്വം കൗണ്ടറുകൾ വഴിയാണ് ഈ ആടി ശിഷ്ടം നെയ്യ് തീർത്ഥാടകർക്ക് വിതരണം ചെയ്തിരുന്നത്. അതിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു ഈ സുനിൽകുമാർ പോറ്റി. അവിടെ നിന്നുകൊണ്ട് മറ്റ് ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇതിന്റെ ആസൂത്രണം തുടങ്ങുന്നത്. അങ്ങനെ ആസൂത്രണം നടത്തിക്കൊണ്ട് ഈ പ്ലാന്റിൽ ജോലി ചെയ്യുന്നത്, അതായത് ഈ ആടി ശിഷ്ടം നെയ്യ് ഈ പാക്കറ്റുകളിലാക്കുന്നത് ഒരു പ്ലാന്റിൽ വെച്ചാണ്. ആ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ചട്ടം കെട്ടി അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കൊള്ള ആസൂത്രണം ചെയ്യുകയായിരുന്നു സുനിൽകുമാർ പോറ്റി. അതിന്റെ ഭാഗമായിട്ട് ഇത് കണക്കിലൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. അതായത് 80,000-ഓളം പാക്കറ്റുകളിലായിരുന്ന നെയ്യ് ഒന്നും കണക്കിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. സ്റ്റോക്ക് രജിസ്റ്ററോ ലെഡ്ജറോ മഹസറോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ 4 നോട്ട്ബുക്കുകളിൽ ചില കണക്കുകൾ അലക്ഷ്യമായി എഴുതിയിരുന്നത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ള വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെയും സുനിൽകുമാർ പോറ്റി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ജീവനക്കാരെല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുകയും പിന്നീട് ഇത് കണക്കിൽപ്പെടുത്താതെ ഇത് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 36,24,000 രൂപയാണ് ഈ ആടി ശിഷ്ടം നെയ്യ് തീർത്ഥാടകർക്ക് വിറ്റ വകയിൽ ദേവസ്വം ബോർഡിന് തിരികെ കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അതായത് ഏകദേശം 3 കോടിയോളം രൂപ ആടി ശിഷ്ടം നെയ്യ് വിറ്റ വകയിൽ ദേവസ്വം ബോർഡിന് ലഭിക്കാനുണ്ടായിരുന്നു. അതിൽ ഈ 36 ലക്ഷത്തോളം രൂപയാണ് ഈ സുനിൽകുമാർ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം കൊള്ളയടിച്ചത് എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിന് അവിടെ ഉണ്ടായിരുന്ന ഈ താൽക്കാലിക ജീവനക്കാർ, പ്രത്യേകിച്ച് ശാന്തിമാരായി ജോലിക്ക് എത്തിയിട്ടുള്ള ജീവനക്കാരുണ്ട്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവരടക്കം 33 പേർ, സുനിൽകുമാർ പോറ്റി അടക്കം 33 പേരാണ് ഇപ്പോൾ നിലവിൽ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള മറ്റു ചില ആളുകൾ കൂടി ഇതിനകത്ത് പ്രതിപട്ടികയിലേക്ക് വന്നേക്കാം എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുണ്ട്. ഒപ്പം തന്നെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുണ്ട്. അതുകൂടാതെ വിശ്വാസവഞ്ചന, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അറസ്റ്റാണ് സുനിൽകുമാർ പോറ്റിയുടേതായി നടന്നിട്ടുള്ളത്. പക്ഷേ ഈ രേഖകളെല്ലാം തന്നെ മാറ്റിവെക്കുന്നതിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് പങ്കുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റിലേക്കും കടന്നു. കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്.